അപ്പൊ എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ട്രാവലിംഗ് പ്രോഗ്രാമിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കുത്താമ്പുള്ളി എന്നുള്ളൊരു അതിമനോഹരമായിട്ടുള്ള ഒരു ഗ്രാമമാണ്. ഇത് പാലക്കാട് ജില്ലയിലാണ്. അപ്പോൾ നമുക്ക് ആ ഗ്രാമത്തെക്കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടി പോവാം. എന്റെ പേര് സുബ്രഹ്മണ്യൻ. ഇവിടെ തന്നെയാണോ കുത്താമ്പുള്ളി? ഞാൻ കുത്താമ്പുള്ളി നിവാസിയാണ്. പണ്ട് തൊട്ട് ഇവിടെ ജനിച്ചത് ഇവിടെ തന്നെ, പഠിച്ചത് ഇവിടെ തന്നെ. അതെ. അപ്പൊ ഇത് എത്ര കാലമായിട്ട് ഈ നെയ്ത്തിലോട്ട് ഇറങ്ങിയിട്ട് എത്ര കാലമായി? എന്റെ 13ാമത്തെ വയസ്സിൽ ഞാൻ ഇറങ്ങിയതാ. ഇപ്പൊ എനിക്ക് 64 വയസ്സായി. 51 കൊല്ലത്തിന്റെ സർവീസ് ഉണ്ട് എനിക്ക്. അപ്പൊ അത് അച്ഛനായിട്ട്? അതെ, ഞങ്ങളുടെ പരമ്പരാഗതമായിട്ടുള്ള തൊഴിലാണത്. വീട്ടിൽ ഇനി മക്കളാരെങ്കിലും ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടോ? എനിക്കിപ്പോ ആരുമില്ല, മക്കളാരുമില്ല. അപ്പൊ പിന്നെ അനിയന്റെ മക്കളൊക്കെ ഉണ്ട്, അവരൊന്നും ആരും ഈ ഫീൽഡിലില്ല. ഇതൊക്കെ കാലക്രമേണ അങ്ങനെ അസ്തമിച്ചവരാണ്. ഇപ്പൊ ഹാൻഡ്ലൂംസിലേക്കോ ആരും കടക്കണില്ല. ഉള്ള കുട്ടികളൊക്കെ കടകളിലേക്ക് ജോലി നോക്കുന്നു. പഠിച്ചവരൊക്കെ പഠിച്ച തൊഴിലേക്ക് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. നെയ്ത്തിലേക്ക് ആരും ഇറങ്ങണില്ല. ഇപ്പൊ ഏറ്റവും ചുരുങ്ങിയ ഒരു വയസ്സുള്ള ഒരാള് 40 വയസ്സുള്ള ഒരാളെ ഉള്ളൂ. അതിന് താഴെയുള്ള കുട്ടികൾ ആരുമില്ല. അപ്പൊ അവരുടെ കാലം കൂടി കഴിഞ്ഞാൽ ഈ നെയ്ത്ത് അവസാനിക്കും, കൈത്തറി. ഇതിപ്പോ ഒരു നോർമൽ ഒരു സെറ്റ് സാരി അല്ലെങ്കിൽ ഒരു സെറ്റ് മുണ്ടൊക്കെ നെയ്യാൻ എത്ര ദിവസം എടുക്കും? അതായത് അത് ഓരോ വെറൈറ്റിനെ സംബന്ധിച്ചുള്ളതാണ്. ഇപ്പൊ നമ്മൾ അവിടെ കണ്ടില്ലേ സാരി, അത് 5 ദിവസമാവും. ഈ ഇതാണെന്ന് വെച്ചാൽ ദിവസം ഒരു മുണ്ടാവുള്ളൂ. ചേട്ടനപ്പൊ ഇത്രയും കാലം 65 അപ്പൊ ഇത്രയും കാലത്തില് ഒരു ഏറ്റവും കൂടുതൽ ദിവസം എടുത്ത് നെയ്തിട്ടുള്ള ഒരു ഡിസൈൻ എന്തായിരുന്നു? ഉണ്ടായിരുന്നു, ആ രകങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്റെ ചെറുപ്പത്തിൽ ഞാൻ നെയ്തിരുന്നു. ഇപ്പൊ എന്നെ കൊണ്ട് സാധിക്കില്ല. ഇപ്പൊ ആ നോക്കിയത് തന്നെ എന്നെ കൊണ്ടാവില്ല. അത് കുറച്ച് പ്രായം ചെറുപ്പം വേണം, അല്ലെങ്കിൽ ഒരുപാട് ക്ഷീണിക്കും. ഉച്ചവരയ്ക്കേ ജോലി എടുക്കാൻ പറ്റുള്ളൂ, പിന്നെ ആവില്ല. അപ്പൊ അതുകൊണ്ട് അത്ര റിസ്ക് എടുത്ത് ആ പണി വേണ്ട. നമുക്കവിടെ ആവുന്നത് ഒരു മീഡിയം സൈസുള്ള രകങ്ങളെ ഞാൻ നെയ്യുള്ളൂ. ഇപ്പത്തെ പെട്ടെന്ന് പോകുന്ന ട്രെൻഡ് എന്താണ്? അങ്ങനെ എന്തെങ്കിലും ഇപ്പൊ പെട്ടെന്ന് പോണ ട്രെൻഡ് എന്ന് വെച്ചാൽ അങ്ങനെ ഇപ്പൊ പ്രത്യേകിച്ച് എല്ലാ വെറൈറ്റി ഹാൻഡ്ലൂംസിൽ ഇപ്പൊ എല്ലാം പോകണ്ടല്ലോ.
ഇപ്പോ കുറച്ച് വില കൂടിയ സാധനങ്ങളുണ്ടാവും, അത് പണക്കാരെടുക്കും. മീഡിയം സൈസ് മീഡിയംകാരെടുക്കും. വില കുറവുള്ളതും പാവങ്ങളെടുക്കും. അങ്ങനെ ഏതാ വെറൈറ്റീസ് ഓടുന്നുണ്ട്, എല്ലാ മാർക്കറ്റിംഗ് ഉണ്ട്. അതുപോലെ ഈ നെയ്ത്തിന് കറുത്ത വാവില് നെയ്യില്ല, നെയ്യില്ല. അതിനെ കുറിച്ചൊന്ന് പറയാമോ? അതിനെ കുറിച്ച് ഇപ്പോ വിശദമായിട്ട് എനിക്ക് ഒന്നും പറഞ്ഞു തന്നിട്ടില്ല. എന്നാലും പൂർവികമായിട്ട് കർത്തവാവ് ദിവസം ഞങ്ങൾ ആരും നെയ്യില്ല. അത് നമ്മുടെ അമ്മ സൗദാംബിക എന്ന് പറഞ്ഞ ഒരു അമ്മയ്ക്ക് ഒരു ഒഴിവ് കൊടുത്തിരിക്കുകയാണ് ഞങ്ങള്. നമ്മുടെ നെയ്ത്തിനൊക്കെ കാത്തു സംരക്ഷിക്കുന്നത് ആ ദേവിയാണ്. അപ്പൊ ആ ദേവിക്ക് ഞങ്ങളായിട്ട് കൊടുത്തിരിക്കുന്ന ഒരു ഒഴിവ് ദിവസമാണ് അത്. അങ്ങനെ കർത്തവാവിന് ഞങ്ങള് അമ്പലത്തിലെ വിശേഷ പൂജകളൊക്കെ ഉണ്ടാവും. അങ്ങനെ വേറെ ഏതെങ്കിലും ദിവസങ്ങളിൽ അങ്ങനെ പറ്റില്ല അങ്ങനെ എന്തെങ്കിലും ഉണ്ട്. കർത്തവാവ് ദിവസം നെയ്യില്ല, ആയുധ പൂജയ്ക്ക് നെയ്യില്ല. പിന്നെ നമ്മുടെ കൊല്ലത്തിൽ ഒരിക്കൽ ദൈവപൂജ ഉണ്ട് 3 ദിവസം, അതൊന്നും നെയ്യില്ല. പിന്നെ നമ്മള് രാവിലെ നെയ്യുന്നതിന് മുന്നേ എന്തെങ്കിലും പ്രത്യേക പൂജയോ അങ്ങനെ എന്തെങ്കിലും? അങ്ങനെയൊന്നുമില്ല. അന്നല്ല അതൊക്കെ മുഖമൊക്കെ കഴുകി ചായയൊക്കെ കുടിച്ചിട്ടൊന്നും അങ്ങനെ ഇറങ്ങന്നെ. മത്സ്യമാംസം കഴിക്കാൻ പാടില്ല അങ്ങനത്തെ അങ്ങനൊന്നുമില്ല. ഞങ്ങൾ ഫോണുകളൊക്കെ ഇടാറുണ്ട്, പക്ഷെ മത്സ്യമാംസമൊക്കെ കഴിക്കും. ഇപ്പൊ നെയ്ത്തിന് നിങ്ങൾ ചെയ്യുന്നത് ഇപ്പൊ ഒരുപാട് ഭയങ്കര നേരത്തെ തന്നെ ചേട്ടൻ പറഞ്ഞു ഡിസൈൻ ഒക്കെ ചെയ്യുമ്പോൾ ഒരുപാട് കഷ്ടപ്പാടുണ്ട്, പെട്ടെന്ന് ക്ഷീണിക്കുന്നത്. അതെ. അപ്പൊ അതിനനുസരിച്ചുള്ള വരുമാനം നിങ്ങൾക്ക് ലഭിക്കാറുണ്ടോ? അതിനനുസരിച്ചുള്ള വരുമാനം എന്ന് പറഞ്ഞാൽ എപ്പോൾ എവിടെ ഏത് തൊഴിലാണ് നെയ്ത്ത് അല്ല ഒരു തൊഴിലെടുത്ത് നമുക്ക് ശരിക്കുള്ള വേതനം കിട്ടിയിട്ടുള്ളത് എവിടെയുമില്ല. എല്ലാം ഇടത്തട്ടുകാർക്കേ കിട്ടുള്ളൂ. പിന്നെ ഞാൻ ഇപ്പൊ അന്യന്റെ ഫീൽഡിലാണ് ഞാനിപ്പോൾ വന്ന് ജോലി ചെയ്യുന്നത്. ഒരു മര്യാദക്കുള്ള കൂട്ടുകാരുന്നുണ്ട്, വലിയ മോശമൊന്നുമില്ല. പക്ഷെ അദ്ദേഹം കച്ചവടക്കാരനല്ല. അനിയനും കൊണ്ടുപോയിട്ട് കടകളിലാക്കാൻ കൊടുക്കുന്നത്. അവിടെ നിന്ന് കിട്ടുന്ന കൂലിക്ക് ഒരു ചില പെർസെൻറ്റേജ് അവരെടുത്തിട്ട് ഞങ്ങൾക്ക് ബാക്കി തരും. ഇപ്പൊ പണ്ടത്തെ അപേക്ഷിച്ച് ഇപ്പൊ കുറച്ചും കൂടെ കുറവാണോ, അതോ പണ്ടായിരുന്നോ എല്ലാവർക്കും ഈ ഹാൻഡ്ലൂംസിനോടൊക്കെ പ്രിയം, അതോ ഇപ്പോഴാണോ എങ്ങനെ? ഇല്ല, പണ്ടത്തെ കാലം കുറച്ച് ഭേദമുണ്ട്. പണ്ടൊക്കെ നല്ല ഒരു തട്ടിപ്പായിരുന്നു ശരിക്ക്. അവർ കൊടുത്ത കൂലിയേ ഉണ്ടായിരുന്നല്ലോ. അപ്പൊ കച്ചവടക്കാർ കുറവായിരുന്നു. ഇപ്പൊ കച്ചവടക്കാർ ഇപ്പൊ 100-ന് മേലെ ആൾക്കാർ വന്നു കഴിഞ്ഞു. അപ്പൊ ഓരോരുത്തർക്കും ഓരോ ആവശ്യങ്ങൾ വരുമ്പോൾ അവരധിക വില കൊടുത്തെടുക്കും. അപ്പൊ അങ്ങനെ കുറച്ച് ഹാൻഡും നെയ്യുന്ന ആൾക്കാർക്ക് കുറച്ചധികം കൂലി കിട്ടാൻ തുടങ്ങിയിട്ടുണ്ട്, കിട്ടുന്നുണ്ട്. ഇപ്പൊ എന്തായി, ഈ ലോക്ക്ഡൗൺ വന്നിട്ട് ആകെ അസ്തമിച്ചു. എത്രയോ പേര് തമിഴ്നാടുകാരൊക്കെ ഇവിടെ വന്ന് നെയ്തിരുന്നു, അവരൊക്കെ നാട് വിട്ടു പോയി. ഇപ്പൊ നിങ്ങള് ഒരു സാരി ഡിസൈൻ അതൊരു ടെക്സ്റ്റൈൽസ് നിങ്ങൾക്ക് ഡിസൈൻ തരുന്നതാണോ, അതോ ഇപ്പൊ നമ്മുടെ ഇഷ്ടം നെയ്ത്തുകാരുടെ ഓരോ ഇഷ്ടത്തിനനുസരിച്ച് നെയ്ത് കൊടുക്കും? ഇപ്പൊ എന്നെ നെയ്പ്പിക്കുന്നത് അനിയനാണ് തന്നെ ഓരോ ഡിസൈൻ ഉണ്ടാക്കാൻ. അദ്ദേഹം ഒന്നും കടകളിൽ നിന്നൊന്നും ഡിസൈൻ ഒന്നും വാങ്ങിച്ചു വരുന്നില്ല. അദ്ദേഹത്തിന്റെ ഭാവനയിൽ ഓരോ ഡിസൈൻ ഉണ്ടാക്കിയിട്ട് ഞങ്ങൾക്ക് ഇവിടെ ഡിസൈൻ ചെയ്തു തരും. ഞങ്ങളത് നെയ്യും. അങ്ങനെയാണ്. ഇതിലെങ്ങനെ ഡിസൈൻ സെറ്റ് ചെയ്യണോ, അതോ ഡിസൈൻ സെറ്റ് ചെയ്യണം? അപ്പോൾ നേരത്തെ നമ്മളെ ചേട്ടൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ഒരു ഡിസൈനുള്ള പേപ്പർ. ആ ഡിസൈനിന്റെ കുറച്ചും കൂടെ ഒരു വലിയ രൂപമാണ്. കൊമ്മ എന്നാണ് ഈ ഡിസൈനിന്റെ പേര്. അപ്പോൾ ഈ ഒരു സാരി എന്ന് പറയുന്നത് 6 ദിവസം എടുക്കും. ഒരു സാരിയുടെ നീളം എന്ന് പറയുന്നത് 6.25 മീറ്ററാണ്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു സാരി ഈ ഡിസൈനിൽ ചെയ്യാനായിട്ട് 6 ദിവസം എടുക്കും. അപ്പോൾ അത്രത്തോളം ഇവിടുത്തെ ആൾക്കാർ കഷ്ടപ്പെട്ടിട്ടാണ് ഇങ്ങനൊരു സാരി ആക്കി എടുക്കാനൊക്കെ
ഒരുപാട് കഷ്ടപ്പാടുണ്ട് ഇതിന്റെ പിന്നിൽ. എനിക്ക് ഇവിടെ വന്ന് നോക്കിയപ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ഇവർക്കത് വേണ്ട രീതിയിലുള്ള പ്രതിഫലം ലഭിക്കുന്നില്ല എന്നാണ് ഇവിടെ നോക്കിയപ്പോൾ നമുക്കറിയാം. പണ്ട് തൊട്ടേ ഹാൻഡ്ലൂംസുകാർ അവരൊന്നും ഗവൺമെന്റ് തന്നെ വേണ്ട രീതിയിൽ പരിഗണിക്കുന്നില്ല. അപ്പോൾ അതിന് ഗവൺമെന്റ് അവർക്ക് വേണ്ട എന്തെങ്കിലും ആനുകൂല്യങ്ങളും അതുപോലെ തന്നെ കുറച്ചും കൂടെ പ്രതിഫലമൊക്കെ കൂട്ടിക്കൊടുക്കാനൊക്കെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. എന്റെ പേര് പ്രേംകുമാറാണ്. ഈ നമ്മുടെ കുത്താമ്പുള്ളി ഗ്രാമം എന്ന് പറയുന്നത് ഇവിടെ ഒരു സ്പെഷ്യൽ ആയിട്ടൊരു ലാംഗ്വേജ് ഉണ്ട്, കന്നഡയാണ്. കന്നഡ. അത് മിക്സഡ് ആണ്. തമിഴും മലയാളവും കന്നഡക്കും ചേർന്ന് മിക്സഡ് ആണ്. അപ്പൊ എങ്ങനെയാണ് നിങ്ങൾ ഇവിടെ എത്തിപ്പെട്ടതും എങ്ങനെയാണ് അതിന്റെ കഥകളൊക്കെ ഒന്ന് അത് പണ്ട് മൈസൂരിൽ നിന്ന് ഇവിടുത്തെ രാജാവ് നെയ്പ്പിക്കാനായിട്ട് തുണി നെയ്പ്പിക്കാനായിട്ട് കൊണ്ടുവന്നതാണ് അധികം പറഞ്ഞത്. കാരണവന്മാര് അങ്ങനെ എത്തിയതാണ് ഇവിടെ. അങ്ങനെ എത്തിയിട്ടാണ് നമ്മൾ ഇവിടെ നിന്ന് ഈ സെറ്റ് മുണ്ട്, സെറ്റ് സാരി, ഈ ധോത്തീസൊക്കെ അങ്ങനെ നെയ്ത് അങ്ങനെ ഇതായി ഇവിടെ ഇതായിരിക്കുന്നത്. ഇത്ര കൊല്ലായി എന്നൊന്നും നമുക്ക് അറിയില്ല ശരിക്കുള്ള കാര്യം. നമ്മൾ ജനിച്ചു വന്ന അച്ഛൻ നമുക്ക് ഇവിടെയാണ്. അങ്ങനെയാണ്. ബാക്കി കൂടുതൽ നിങ്ങളുടെ നമ്മൾ കാസ്റ്റ് ദേവാംഗയാണ്. ദേവാംഗ ആണ് നമ്മുടേത്. ദേവാംഗ നമ്മളിപ്പോ ഈ ഫെബ്രുവരി മാസത്തിലാണ് നമ്മൾ ഇവിടെ നമ്മുടെ ദേവിക്ക് ഭഗവതി തന്നെയാണ് നമ്മൾ ഈ ആഘോഷങ്ങൾ പോലെയുള്ള ആഘോഷങ്ങൾ നമ്മുടെ താലപ്പൊലി ആഘോഷങ്ങൾ ഫെബ്രുവരിയിലാണ് ഞങ്ങൾ ചെയ്യാറ്. അപ്പൊ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ മേഖലയിലും ഭയങ്കര കഷ്ടപ്പാട് നേരിടുന്ന ഒരു സമയമാണ്. ഇപ്പൊ കൊറോണയൊക്കെ ആയിട്ട് എങ്ങനെയാണ് നെയ്ത്തൊക്കെ പോകുന്നത്? നല്ല മുമ്പത്തെ പോലെ കച്ചവടം ഉണ്ടോ? മോശമാണ്, ഭയങ്കര മോശ. അതായത് നമുക്ക് ഈ കൊറോണ വന്ന ശേഷം നെയ്ത്തുകാർക്ക് ഭയങ്കര മോശ. പ്രശ്നം തീരെ കച്ചവടമല്ല. കൈത്തറി തീരെ കച്ചവടമല്ല. അല്ലെങ്കിൽ സാധാരണ ഓണൊക്കെ നല്ല ഗംഭീരമായി ഉണ്ടാവും. പോയ വിഷുവിന് തുടങ്ങിയതാ നമുക്ക് മോശം. അന്നാണ് നമുക്ക് പോയ കൊല്ലല്ലേ നമുക്ക് ശരിക്കും കൊറോണ ആരംഭിച്ചത്. ആ വിഷുവിന് നമുക്ക് കച്ചവടമില്ല, ഓണത്തിനും ഇല്ല. ഇനി അടുത്ത എന്തെങ്കിലും ഉള്ളൂ. ഇപ്പൊ വെറുതെ ജോലി എന്തെങ്കിലും നോക്കണോ അത്രേ ഉള്ളൂ. ദൈനംദിനത്തിന് അങ്ങോട്ട് നീങ്ങിപ്പോണ്ട് അത്രേ ഉള്ളൂ. എന്താ മോശമാണ്. വേറെ ജോലിയൊന്നുമില്ല. നമുക്ക് ഈ തൊഴിൽ വിട്ട് നമുക്ക് വേറെ തൊഴിൽ അറിയില്ല. പോയാലും ശരിയാവില്ല. നമുക്ക് തന്നെ ഇതല്ലോ അറിയുള്ളൂ. അതാണ് പോണതിന്റെ ആൾക്കാർ. എന്നാലും ഇതാണ് നമ്മുടെ സ്വന്തം തൊഴിൽ. ഇത് വിട്ടു പോകാനുള്ള നിവൃത്തി ഞങ്ങൾക്കില്ല. അപ്പൊ കൊറോണ എന്നുള്ളൊരു രോഗം വളരെ എല്ലാ മേഖലയിലും ഭയങ്കര കഷ്ടപ്പാടാണ്. നന്നായിട്ട് തന്നെ എല്ലാ മേഖലയിലും ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചേട്ടന്റെ അവസ്ഥയൊക്കെ പറയുന്നത് കേട്ടു. ഗവൺമെന്റ് എത്രയും പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഒരു കൈത്തൊഴിൽ, അതായത് ഹാൻഡ്ലൂംസ് എന്ന് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. ഇവർക്കൊന്നും വേറെ തൊഴിൽ അറിയില്ല. അപ്പോൾ ഈ ചേട്ടൻ തന്നെ പറയുന്നുണ്ടായിരുന്നു പണ്ട് തൊട്ടേ ഇവര് ചെയ്തു വരുന്നൊരു തൊഴിലാണ് ഇത്. അപ്പോൾ ഇത് ഗവൺമെന്റ് എന്താണെങ്കിലും ഇവർക്ക് വേണ്ട കുറച്ച് ആനുകൂല്യങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാനാണ് എനിക്ക് അപേക്ഷിക്കാനുള്ളൂ.
അതുകൂടാണ്ട് ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ നമുക്കിപ്പോൾ ഓൺലൈനായിട്ടാണ് കൂടുതലും പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ചാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ അതുകൂടാണ്ട് നമ്മൾ എന്താണ് ഡിസൈൻ പറയുന്നത്, ഇപ്പം നിങ്ങൾ തറയിൽ കണ്ടിട്ടുണ്ടാവും, നമ്മുടെ ഗോഡൗണിൽ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അവിടെ വന്നിട്ട് നമുക്ക് നമ്മൾ എന്താണ് ഡിസൈൻ പറയുന്നത് അതിനനുസരിച്ചായിരിക്കും നമുക്ക് വീവ് ചെയ്ത് തരുന്നത്. അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. AR ഹാൻഡ്ലൂംസ് പറഞ്ഞത് ഇതിന്റെ USP എന്താണ് ഒന്ന് പറയാമോ? AR ഹാൻഡ്ലൂംസ് എന്നുള്ളത് അരവിന്ദ് രാജു, അതാണ് AR എന്നുള്ളതിന്റെ ഷോട്ട്. പിന്നെ നമ്മളാണ് ഇപ്പോ ന്യൂ ജനറേഷന് വേണ്ടിയിട്ട് നമ്മളാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ ആദ്യം മുതൽ തന്നെ നമ്മൾ ഓരോ ഡിസൈൻസ് ചെയ്യുമ്പോഴും നമ്മുടെ ചെയ്യുന്നത് നല്ല സക്സസ് ആവുന്നുണ്ട്. എല്ലാവർക്കും ഏതാണ് ഇഷ്ടപ്പെടുന്നത് അതനുസരിച്ചാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ കഴിഞ്ഞ ഓണത്തിൻ്റെതായിട്ട് നമ്മൾ പാലയ്ക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, ഭയങ്കര മാർക്കറ്റായിരുന്നു. അതിന് മുന്നത്തെ ഇതില് വാൽക്കണ്ണാടി, അതിന് മുന്നത്തെ കലംകാരി, അങ്ങനെ ഓരോ ഡിസൈനായിട്ട് നമ്മൾ പുതിയ ന്യൂ ജനറേഷന് വേണ്ടി മാത്രം സ്പെഷ്യലായിട്ട് ചെയ്യുന്ന ഡിസൈൻസ് ആയിട്ടാണ് നമ്മളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോ കൈത്തറി ഗ്രാമത്തിലേക്ക് പോയി. അപ്പൊ നിങ്ങളും ആ ഒരു കൈത്തറി ഗ്രാമവും തമ്മിലുള്ള നിങ്ങളെ ബന്ധിപ്പിക്കുന്ന ഒരു സംഭവം, അല്ലെങ്കിൽ എന്താണ് നിങ്ങളുമായിട്ടുള്ള ഒരു ബന്ധം ഒന്ന് പറയാമോ? അല്ല, എടുക്കണതല്ല, നമ്മൾ റോ മെറ്റീരിയൽ കൊടുക്കുക ചെയ്യേണ്ടത്. അതായത് നൂല്, പാവ്, കസവ് ഇതൊക്കെ കൊടുത്തിട്ട് അവർ നെയ്ത് കൊണ്ടിരുന്നു, അതിനുള്ള കൂലി കൊടുക്കുന്നുണ്ട്. കസവ് വരുന്നത് സൂറത്തു നിന്നാണ്, നൂല് വരുന്നത് തമിഴ്നാട്ടിൽ നിന്നാണ്, നെയ്യുന്നത് മാത്രം ഇവിടെയാണ്. അപ്പൊ അവർ നെയ്ത് കൊണ്ടുവരുമ്പോൾ അതിനുള്ള കൂലി കൊടുക്കും, പിന്നെ അതിനുള്ള റോ മെറ്റീരിയലും കൊടുക്കും. നമ്മളെ പറയുന്ന ഡിസൈൻ നെയ്തും തരും. നമ്മൾ ഓൾറെഡി വരുന്ന മുന്നേ ഡിസൈനൊക്കെ ചെയ്ത് എഴുതി വരച്ച് വെച്ചിട്ടുണ്ടാവും. ഈ ഡിസൈൻ ചെയ്ത് വരാനായിട്ട് അവർ പറയുകയും ചെയ്യും. അപ്പോൾ എന്തായാലും വേരുകൾ എന്ന യൂട്യൂബ് ചാനലിന്റെ എല്ലാവിധ ആശംസകളും നേരുകയാണ് AR ഹാൻഡ്ലൂംസിന്. നിങ്ങളൊരു അരവിന്ദ് ആൻഡ് രാജു എന്നുള്ള 2 ബ്രദേഴ്സ് തമ്മിലുള്ള ഒരു കൂട്ടായ്മയാണ് ഇതെന്ന് അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. അപ്പോൾ ഒരുപാട് ഉയരങ്ങളിലേക്ക് ഇനിയും പോകാനായിട്ട് ആശംസിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. നമ്മുടെ വേരുകൾ എന്ന ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ഒന്ന് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ, ഈ ഒരു ട്രാവലിംഗ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. താങ്ക് യു. വേരുകളെന്നുള്ള യൂട്യൂബ് ചാനലിಗೆ ನಮ್ಮ ಕುತ್ತಾಂಬಳಿയുള്ള എല്ലാവരും നന്ദിനും ആശംസനും എഴുതിക്കും.